മെറ്റീരിയലിലുള്ള അതേ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കോസ്റ്റ് ഷീറ്റ് ആണ്. കോസ്റ്റ് ഷീറ്റ് എന്താന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം മെറ്റീരിയലിൽ നിങ്ങൾക്ക് കോസ്റ്റ് ഷീറ്റിന്റെ നോട്ട് തന്നിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് കോസ്റ്റ് ഷീറ്റ് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിട്ട് എന്തായിരുന്നു? കോസ്റ്റ് ബിൽഡപ്പ്, എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ്. ഒരു പ്രൊഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും എന്ത് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്ക് നിങ്ങൾ. ആഫ്റ്റർ കളക്ടിങ് ആൻഡ് ക്ലാസിഫൈങ് കോസ്റ്റ്, ഇറ്റ് ബിക്കം നെസസറി ടു ഫൈൻഡ് ഔട്ട് ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് ആൻഡ് സോൾഡ്. ഫോർ ദിസ് പർപ്പസ് എ സ്റ്റേറ്റ്മെന്റ് റിക്വയർഡ് ടു ബി പ്രിപ്പയർഡ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോൺ ആസ് കോസ്റ്റ് ഷീറ്റ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനകത്ത് ഉണ്ടായിട്ടുള്ള കോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതിനെ എന്താണ് അതിന്റെ പ്രൈമറി അല്ലെങ്കിൽ എന്താണ് പ്രൈം കോസ്റ്റ്, അതുപോലെ തന്നെ ഓവർ ഹെഡ് കോസ്റ്റുകൾ എന്നിങ്ങനെ തരംതിരിച്ചതിന് ശേഷം നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ എന്ത് ചെയ്യണമെങ്കിൽ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, അതിനെ നമുക്ക് മാനുഫാക്ചർ ചെയ്ത് അതിനെ സെയിൽ ചെയ്യണമെങ്കിൽ, സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? ഒരു കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ, നോക്കൂ. മീനിങ് ഓഫ് കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റ് സിംപ്ലി റെഫേഴ്സ് ടു സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് ആൻഡ് സോൾഡ്. അതായത് നമ്മൾ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സിന്റെ അല്ലെ, ആ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്ത് അല്ലെങ്കിൽ കമ്പനി ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ആ ഗുഡ്സിന്റെ എന്താണ് ഉൽപ്പാദിപ്പിക്കാൻ വരുന്ന ചെലവ് എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കോസ്റ്റ് ഷീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ഇൻകേർഡ് അറ്റ് ഈച്ച് ലെവൽ ഓഫ് മാനുഫാക്ചറിങ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. അപ്പൊ നമുക്ക് ഓരോ ലെവല് നമുക്കറിയാം. നമ്മളിപ്പോൾ കോസ്റ്റ് ബിൽഡപ്പ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രധാനമായിട്ട് 5 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ കോസ്റ്റിനെ തിരിച്ചിട്ടുള്ളത് അല്ലെ. എന്തായിരുന്നു ആദ്യത്തെ? പ്രൈം കോസ്റ്റ് എന്നുള്ള ലെവല്, സെക്കൻഡ് വർക്ക് കോസ്റ്റ്, തേർഡ് എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഫോർത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അഞ്ചാമത്തത് കോസ്റ്റ് ഓഫ് സെയിൽ. ഇങ്ങനെ ഈ ഓരോ സ്റ്റേജിലും നമുക്ക് എത്രത്തോളം കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുവാൻ എന്ത് സഹായിക്കും? കോസ്റ്റ് ഷീറ്റ് സഹായിക്കും. ഓക്കെ, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ടു ഷോ ദ വേരിയസ് എലമെന്റ് ഓഫ് ആൻഡ് ഡിവിഷൻസ് ഓഫ് കോസ്റ്റ്. അതായത് ഡിഫറെന്റ് എലമെന്റ് ഓഫ് കോസ്റ്റ് നമുക്കറിയാം. മെറ്റീരിയൽ, എന്താണ് ലേബർ, എക്സ്പെൻസസ് എന്ന് പറയുന്നത് ആ ഓരോ എലമെന്റ് ഓഫ് കോസ്റ്റ് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെന്റ് ഡിവിഷൻസ് ഓഫ് കോസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഈ കോസ്റ്റ് ഷീറ്റ് വഴി സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഇൻ ഷോർട്ട്, കോസ്റ്റ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് വാരിയസ് എലമെന്റ് ഓഫ് കോസ്റ്റ്. അപ്പോൾ ഡിഫറെന്റ് എലമെന്റ് ഓഫ് കോസ്റ്റ്, അതായത് നമ്മുടെ മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്, അതിനെ ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്. ഇതിന്റെ എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദി കോസ്റ്റ് ഷീറ്റ് ടോട്ടൽ കോസ്റ്റ് ഈസ് അനലൈസ്ഡ് ബൈ സബ് ഡിവൈഡിങ് ഇൻടു പ്രൈം കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പ്രൈം കോസ്റ്റ്, വർക്ക് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് സെയിൽ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റിനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സെപ്പറേറ്റ് കോളം ആർ പ്രൊവൈഡ് ഫോർ ദി ടോട്ടൽ ആൻഡ് യൂണിറ്റ് കോസ്റ്റ് ഓഫ് ഈച്ച് എലമെന്റ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ അതിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റിനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ യൂണിറ്റ് കോസ്റ്റിനും വേണ്ടി, അതായത് ഒരു യൂണിറ്റിന് എത്ര എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടിനും കൂടി നമ്മൾ സെപ്പറേറ്റ് 2 കോളംസ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. ഒരു കോളം എന്തായിരിക്കും? ടോട്ടൽ കോസ്റ്റ്. മറ്റേ കോളം എന്തായിരിക്കും? ഒരു യൂണിറ്റിന് എത്ര എന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെ വേണം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് പറയുന്നില്ലെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ കോളംസ് കൊടുക്കുന്നത്. സാധാരണയായിട്ട് എങ്ങനെയായിരിക്കും? ഒരു കോസ്റ്റ് കോളം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കോളം, യൂണിറ്റ് കോസ്റ്റ് കോളം ഉണ്ടായിരിക്കും. ഓക്കെ, then separate column can also be drawn for the current and past period. അപ്പൊ കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, വേറെ ഒന്ന് പറയുന്നു എന്താണ്? ചിലപ്പോൾ എന്താണ് കറന്റ് പീരീഡ് ആൻഡ് പാസ്റ്റ് പീരീഡിലെ കോസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്കൊരു കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അപ്പൊ നമ്മുടെ പർപ്പസ് എന്താണ്? നമുക്ക് കമ്പയർ ചെയ്യുകയാണ് നമ്മുടെ പർപ്പസ് എങ്കിൽ നമ്മൾ കറന്റ് പീരീഡിലെ കോസ്റ്റും പ്രീവിയസ് പീരീഡിലെ കോസ്റ്റും കൂടി കാണിക്കുന്ന ഒരു കോളം, ഒരു കോസ്റ്റ് ഷീറ്റ് ആയിരിക്കും വരയ്ക്കുക. ഓക്കെ, നമുക്ക് യൂണിറ്റ് കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ കോസ്റ്റും യൂണിറ്റ് കോസ്റ്റിനും കോളം ആയിരിക്കും കൊടുക്കുക. അത് നമ്മുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ എമൗണ്ട് കോളംസ് കോസ്റ്റ് ഷീറ്റിൽ കൊടുക്കുക. ഓക്കെ, ഇനി അഡ്വാൻറ്റേജ് ഓർ പർപ്പസ് ഓഫ് കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? എന്താണ് അഡ്വാൻറ്റേജ്?
ഇറ്റ് ഷോസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് എത്ര ചെലവ് വന്നു അത് കണ്ടുപിടിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ടോട്ടൽ നമുക്ക് ഓർഗനൈസേഷനകത്ത് വരുന്ന ഉൽപ്പാദന ചെലവ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനും സഹായിക്കും. ഓക്കെ, ഇതിനടുത്ത് ഇറ്റ് ഹെൽപ്സ് ഇൻ ഫിക്സിംഗ് ദി സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്. നമുക്ക് ഒരു പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ ഇത് സഹായിക്കും. എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് തോന്നിയ പോലെ തീരുമാനിക്കാൻ പറ്റുമോ? അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല അല്ലെ. ഉൽപാദകനാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് തോന്നിയ എമൗണ്ട് ഒന്നും നമ്മുടെ രാജ്യത്ത് ഇടാനൊന്നും പറ്റില്ല. അതിനൊക്കെ കൃത്യമായിട്ട് ഒരു കോസ്റ്റ് ഓഡിറ്റ്, അതായത് നമുക്ക് എത്രയാണോ കോസ്റ്റ് ഉള്ളത് ആ കോസ്റ്റിന്റെ മുകളിൽ സെർട്ടൻ പെർസെന്റേജ് പ്രോഫിറ്റ് ആഡ് ചെയ്യാന്നല്ലാതെ നമുക്ക് തോന്നിയ രീതിയിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സെല്ലിംഗ് പ്രൈസ് ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിനൊക്കെ ഇവിടെ ഒരു പ്രൈസ് കൺട്രോളിംഗ് ലോസ് ഒക്കെ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. ഓക്കെ, ഇനി ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്പാരിസൺ ഓഫ് കോസ്റ്റ്. അത് കോസ്റ്റ് കമ്പാരിസൺ സഹായിക്കും. അതായത് നമ്മുടെ തന്നെ സെയിം കമ്പനിയുടെ പ്രീവിയസ് പീരീഡിലെയും കറണ്ട് പീരീഡിലെയും കോസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെയിം ഇൻഡസ്ട്രീസിലുള്ള എന്താണ് സെയിം പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ തമ്മിലുള്ള കമ്പാരിസൺ സഹായിക്കും. ഇതിനൊക്കെ എന്ത് സഹായിക്കും? കോസ്റ്റ് ഷീറ്റ് സഹായിക്കും. എന്താണ് ഇറ്റ് ഫെസിലിറ്റേറ്റ് ദി പ്രോസസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോളിന് സഹായിക്കും. നമുക്ക് സ്വാഭാവികം അറിയാവുന്ന കാര്യമാണ് എന്ത്, ഇത് ഇവിടെ ഓരോ സെക്ഷൻ വൈസ് ഓരോ ലെവൽ വൈസ് ആണ് നമ്മൾ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ലെവലിലാണ് ഏതെങ്കിലും ഏത് വിഭാഗത്തിന്റെ അടുത്ത് നിന്നാണ് കൂടുതൽ ചെലവ് ഉണ്ടായത് അത് നമുക്ക് എന്താണ് കൺട്രോളബിൾ ആയിട്ടുള്ളതാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണമായിട്ട് പറയുന്നത്. പിന്നെ ഇറ്റ് ആൾസോ ഷോസ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു പ്രോഫിറ്റ് ആൻഡ് സെയിൽ. പ്രോഫിറ്റ് മായി ബന്ധപ്പെട്ട ഇൻഫർമേഷനും അതുപോലെ തന്നെ സെയിലുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും എന്നുള്ളതാണ്. കാരണം നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കോസ്റ്റിന് ശേഷമാണെങ്കിൽ നമുക്ക് രണ്ട് ഭാഗം കൂടി ആഡ് ചെയ്യാം. എന്താണ് ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സെല്ലിംഗ് പ്രൈസ് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് കോസ്റ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷന് പുറമെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് സെയിൽസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ നിന്ന് ലഭ്യമാകും എന്നുള്ളതാണ്. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് പ്രിപ്പറേഷൻ ഓഫ് ടെൻഡർ പ്രൈസ്. ടെൻഡർ പ്രൈസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ടെൻഡർ കൊട്ടേഷൻസ്. നമുക്കറിയാം പത്രമാധ്യമങ്ങളിലൊക്കെ നോക്കിയാൽ മിക്കവാറും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ടെൻഡേഴ്സ്, ഗവൺമെന്റ് മാത്രമല്ല പ്രൈവറ്റ് ഏജൻസീസ് എല്ലാവരും ടെൻഡേഴ്സ് വിളിക്കും. അവർ ഓർഗനൈസേഷൻ അകത്ത് എന്തെങ്കിലും ഇപ്പോൾ കുറച്ച് ഫർണിച്ചേഴ്സ് വേണമെങ്കിൽ കുറച്ച് എന്ത് ആവശ്യങ്ങൾക്കും പൊതുവെ ഒരു ടെൻഡർ വിളിക്കുക ചെയ്യാം. അതായത് അവർക്ക് ആ സേവനം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അവർക്കായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ടെൻഡർ കൊടുക്കുക, കമ്പനി ടെൻഡർ കൊടുക്കുക. ഓക്കെ, അപ്പൊ ടെൻഡർ കൊടുക്കണമെങ്കിൽ ആ ടെൻഡർ പ്രിപ്പയർ ചെയ്യുന്ന കമ്പനിക്ക് എന്തറിയണം, ഏകദേശം എത്ര കോസ്റ്റിന് നമുക്ക് ആ സർവീസസ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വിൽക്കാൻ സാധിക്കും എന്നുള്ള അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം, ഒരു ടെൻഡർ കോസ്റ്റ് ഷീറ്റ്, ടെൻഡർ പ്രൈസ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു കോസ്റ്റ് ഷീറ്റ് അവർ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതും കോസ്റ്റ് ഷീറ്റിന്റെ സഹായത്തോടു കൂടിയാണ് അപ്പം എന്ത് ചെയ്യുന്നത്, ടെൻഡർ പ്രൈസ് തീരുമാനിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇറ്റ് ഗൈഡ് ദ മാനേജ്മെന്റ് ഇൻ ദി ഫോർമുലേഷൻ ഓഫ് പ്രോഫിറ്റബിൾ പ്രൊഡക്ഷൻ പോളിസി. അതായത് ഏറ്റവും പ്രോഫിറ്റബിൾ പ്രൊഡക്ഷൻ പോളിസി ഏതാണ് അത് ഫോർമുലേറ്റ് ചെയ്യാനൊക്കെ മാനേജ്മെന്റിനെ സഹായിക്കും. ദെൻ ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് കോസ്റ്റ് ടു ഓൾ ലെവൽ ഓഫ് മാനേജ്മെന്റ് ഇൻ ദി സിമ്പിൾ ആൻഡ് ലൂസിഡ് സ്റ്റൈൽ. അതായത് മാനേജ്മെന്റിന്റെ എല്ലാ നമുക്കറിയാം അപ്പർ ലെവൽ, ലോവർ ലെവൽ, മിഡിൽ ലെവൽ, ഈ എല്ലാ ലെവൽസിനും മനസ്സിലാവുന്ന തരത്തിൽ കോസ്റ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഈ കോസ്റ്റ് ഷീറ്റ് സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ഒരു കോസ്റ്റ് ഷീറ്റിന്റെ ബെനിഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ പർപ്പസ് ആയിട്ട് പറയുന്നത്. എന്ത് ചോദിച്ചാലും അഡ്വാൻറ്റേജ്, ബെനിഫിറ്റ്, പർപ്പസ് എന്ത് ചോദിച്ചാലും ഇത് തന്നെ നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. അപ്പൊ ആദ്യം എന്താണ് കോസ്റ്റ് ഷീറ്റ് എന്നൊക്കെ നൽകിയതിനു ശേഷം ഈ രീതിയിൽ ആൻസർ ചെയ്യുക. ഓക്കെ, ഇനി കോസ്റ്റ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ പറഞ്ഞു, കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് നമുക്ക് ഇല്ല. നമ്മുടെ പർപ്പസിനനുസരിച്ചാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുന്നതോ ചെയ്യുന്നതൊക്കെ. അപ്പൊ ഏതായാലും നമുക്കൊരു റഫ് ഫോർമാറ്റ് എന്ന് പറയാം. നോക്കൂ നിങ്ങൾ, ഒരു കോസ്റ്റ് ഷീറ്റിന്റെ ഒരു ഏറ്റവും എന്താണ് ചെറിയൊരു ഫോർമാറ്റ് എന്ന് പറയാം. നമുക്ക് മാക്സിമം ഐറ്റംസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഫോർമാറ്റ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും ആദ്യം എന്താണ് ഡിഫറെന്റ് എലമെന്റ് ഓഫ് കോസ്റ്റ് നമ്മൾ പഠിച്ചാണ് അല്ലേ. അതായത് നമുക്ക് ഡയറക്റ്റ് എലമെന്റ്സ് ആയിട്ട് വരുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഈ മൂന്നെണ്ണം കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രൈം കോസ്റ്റ് കിട്ടും അല്ലെ. അപ്പോൾ കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് വരുന്നത് എങ്ങനെയാണ്, ഒരു പർട്ടിക്കുലർ കോളം, രണ്ട് എമൗണ്ട് കോളം ആണ് ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് പിന്നെ നമ്മുടെ പർപ്പസ് എന്താണോ, കോസ്റ്റ് ഷീറ്റ് എന്തിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ച് എമൗണ്ട് കോളംസ് നമുക്ക് നൽകാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് കമ്പയറിംഗ് ആണ് ആവശ്യമെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയറും കറണ്ട് ഇയർ കോളം കൊടുക്കാവുന്നതാണ്. അപ്പൊ എന്താണ് നമ്മുടെ പർപ്പസ് അതിനനുസരിച്ച് കൊടുക്കുക. തൽക്കാലം ടോട്ടൽ കോസ്റ്റ്, കോസ്റ്റ് പെർ യൂണിറ്റ് ഇങ്ങനെ രണ്ട് കോളം കൊടുക്കുന്നു. അപ്പോൾ ഈ മൂന്നെണ്ണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് മൂന്നെണ്ണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ പ്രൈം കോസ്റ്റ്. കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ദെൻ അതിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുന്നു. ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, വർക്ക് കോസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുക, അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് എന്നും വിളിക്കും. ദെൻ അതിനോട് കൂടി അഡ്മിനിസ്ട്രേറ്റീവ്, ഓഫീസിന് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഓഫീസ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു,
ഫിനിഷ്ഡ് ഗുഡ്സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ആഡ് ചെയ്യും. അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോസ്റ്റ് ഷീറ്റിൽ ഞാൻ അത് കാണിച്ചു തരുന്നുണ്ട്. അത് ആഡ് ചെയ്യുന്ന കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നായിരിക്കും. ദെൻ അത് കഴിഞ്ഞ ശേഷം അതിനോട് കൂടി വീണ്ടും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ആൻസർ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് തരുന്ന പ്രോബ്ലത്തിൽ ഏതല്ല ചിലപ്പോൾ എല്ലാ ലെവൽ ഐറ്റംസ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഫാക്ടറി കോസ്റ്റ് വെച്ച് നമ്മുടെ പ്രോബ്ലം തീരുകയാണെങ്കിൽ ആ ഫാക്ടറി കോസ്റ്റ് ആയിരിക്കും അവിടുത്തെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ കോസ്റ്റ് പ്രൊഡക്ഷന് ശേഷം സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിനെ കുറിച്ച് ഇൻഫർമേഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അവിടുത്തെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ്റ്റ് പ്രൊഡക്ഷൻ തന്നെ ആയിരിക്കും അവിടുത്തെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിപ്പെൻസ് അപ്പോൺ ക്വസ്റ്റ്യനെ ആശ്രയിച്ചിരിക്കും എന്ത് ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഏറ്റവും 5 സ്റ്റേജും കഴിഞ്ഞിട്ട് ആൻസർ കിട്ടുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽ എന്നാണ് വിളിക്കുക. അതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുക. ഓക്കെ, അതിനുശേഷമുള്ള ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ തീരുകയാണെങ്കിൽ പ്രൈം കോസ്റ്റ് ആയിരിക്കും അവിടുത്തെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിപ്പെൻസ് അപ്പോൺ ക്വസ്റ്റ്യനെ ആശ്രയിച്ചിരിക്കും ആ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോസ്റ്റ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നമുക്ക് നല്ലതാണ്. അപ്പൊ നോക്കുക, ഐറ്റംസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാത്ത ഐറ്റംസ് ആണ്. നോക്കുക, ദർ ആർ സം കോസ്റ്റ് വിച്ച് ആർ ടേക്കൺ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട് ബട്ട് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനകത്ത് കാണിക്കുന്ന ഐറ്റംസ് ആണ്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? 4 എണ്ണാണുള്ളത്. ഒന്ന് പ്യുവർ ഫിനാൻഷ്യൽ എക്സ്പെൻസസ്. അതായത് ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ കോസ്റ്റ് റിലേറ്റഡ് അല്ലാത്ത ഫിനാൻഷ്യൽ എക്സ്പെൻസസ് ഉണ്ടായിരിക്കും. ദിസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചേഴ്സ്, ലോസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ക്യാഷ് ഡിസ്കൗണ്ട്, ഫൈൻ ആൻഡ് പെനാൽറ്റി, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഔട്ട്ഫുൾ ഡെപ്റ്റ്, ഡാമേജ് പെയ്ഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ അതിനാണ് പ്യുവർ ഫിനാൻഷ്യൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഫിനാൻസ് കണ്ടെത്തുവാൻ വേണ്ടി, ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിക്ക് എന്താണ് പണത്തിന്റെ ആവശ്യം നിർവഹിക്കാൻ സഹായിക്കുന്നത് എന്താണോ അതിനെയാണ് ഫിനാൻസ് എന്ന് പറയാം. പണം തന്നെയല്ല ഫിനാൻസ്, മണി മാത്രമല്ല അല്ലെ. ഫിനാൻസ് ഇസ് പ്രൊവിഷൻസ് ഓഫ് മണി വെൻ ഇറ്റ് ഇസ് റിക്വയർഡ് എന്ന് പറയാം. അതായത് പണത്തിന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പ്രൊവിഷൻ ആണോ ഉപയോഗിക്കുന്നത് അതിനൊക്കെ ഫിനാൻസ് എന്ന് പറയും. ഓക്കെ, ആ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസുകളാണ് ഫിനാൻഷ്യൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോൺ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ എക്സ്പെൻസ് എന്താണ്? ആ ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ലെ, അതാണ്. പിന്നെ ഡിബഞ്ചർ ആണ്, ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് അല്ലെ. അപ്പൊ അതാണ് ഫിനാൻഷ്യൽ എക്സ്പെൻസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ. അപ്പൊ അത്തരം ഫിനാൻഷ്യൽ എക്സ്പെൻസസ് എവിടെ എടുക്കാറില്ല? കോസ്റ്റ് ഷീറ്റിനകത്ത് എടുക്കാറില്ല. ഓക്കെ, അടുത്താണ് റൈറ്റിംഗ് ഓഫ് ഫിക്ടീഷ്യസ് അസറ്റ്. ഫിക്ടീഷ്യസ് അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റ് സൈഡിൽ കാണിക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും. പക്ഷെ ആക്ച്വലി ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റിന്റെ ഗുണമൊന്നും നൽകുന്ന ഒന്നല്ല. അത്തരത്തിലുള്ള ഐറ്റത്തിനെയാണ് എന്ത് ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് ലോസ് ആണെങ്കിൽ നമ്മൾ ആ ലോസിനെ കാണിക്കാറുള്ളത് ബാലൻസ് ഷീറ്റിനകത്ത് അസറ്റ് സൈഡിലാണ്. അപ്പോൾ ലോസ് എങ്ങനെ അസറ്റ് ആവുന്നത്? ചിന്തിച്ചു നോക്കി, അസറ്റ് അല്ല. അപ്പൊ നമ്മുടെ എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്നുള്ള അത് ടാലി ആവാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് അതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഫിക്ടീഷ്യസ് അസറ്റ് എന്നുള്ള പേര് തന്നെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത്ര ഐറ്റംസ് ഒന്നും ഇവിടെ വരാറില്ല, ഈ കോസ്റ്റ് ഷീറ്റിനകത്ത് വരാറില്ല. ക്ലിയർ? ദീസ് ഐറ്റംസ് ഇൻക്ലൂഡ് റൈറ്റിംഗ് ഓഫ് ഗുഡ് വിൽ, പാറ്റന്റ്, കോപ്പിറൈറ്റ്, പ്രിലിമിനറി എക്സ്പെൻസ് തുടങ്ങിയ ഐറ്റംസിനെയാണ് എന്ത് ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്തിയതിനു ശേഷം, പ്രോഫിറ്റ് കണ്ടെത്തുന്നതിന് മുമ്പ് ചെയ്യുന്നതല്ല. പ്രോഫിറ്റ് കണ്ടെത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ എന്തുണ്ടാവും? എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്യും, ഇൻകംസിനെ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, പ്രോഫിറ്റ് കണ്ടെത്തിയതിനു ശേഷം, ആ നെറ്റ് പ്രോഫിറ്റ് ഡിറൈവ് ചെയ്തതിനു ശേഷം നമ്മൾ ആ നെറ്റ് പ്രോഫിറ്റിനെ യൂസ് ചെയ്യുന്നതിനെയാണ് പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവിഡൻഡ് കൊടുക്കും, ഇൻകം ടാക്സ് കൊടുക്കും, റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഡൊണേഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും. അതിനെ പ്രോഫിറ്റ് ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രോഫിറ്റുകളുടെ ഉപയോഗത്തെ എന്തായിട്ട് കണക്കാക്കുന്നത്? എന്തിൽ ഉപയോഗിക്കില്ല? കോസ്റ്റ് ഷീറ്റിനകത്ത് ഉപയോഗിക്കാറില്ല. അത് തന്നെ പ്യുവർ ഫിനാൻഷ്യൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ പ്യുവർ ഫിനാൻഷ്യൽ ഇൻകംസും അതും ഇതിനകത്ത് വരാറില്ല, കോസ്റ്റ് ഷീറ്റിനകത്ത് വരാറില്ല. ഫിനാൻഷ്യൽ ഇൻകംസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കി. പ്യുവർ ഫിനാൻഷ്യൽ ഇൻകംസ്, ദീസ് ഐറ്റംസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ ഐറ്റംസ്, അതായത് ക്യാപിറ്റൽ, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഐറ്റവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കുണ്ടാകുന്ന വരുമാനങ്ങൾ, ഇതിനെയാണ് ഫിനാൻഷ്യൽ ഇൻകംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഫിക്സ്ഡ് അസറ്റ്, പിന്നെ ട്രാൻസ്ഫർ ഫീസ് റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇങ്ങനെ പറയുന്ന ഐറ്റംസ് അതൊക്കെ ഫിനാൻഷ്യൽ ഇൻകംസ് ആണ്. ആ ഫിനാൻഷ്യൽ ഇൻകംസിനും എവിടെയില്ല, ഇൻകത്തിന് എന്തായാലും കോസ്റ്റ് ഷീറ്റിൽ പരിഗണന ഇല്ല, നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. അപ്പൊ അതൊന്നും കോസ്റ്റ് ഷീറ്റിനകത്ത് എടുക്കില്ല. അപ്പൊ ഈ 4 ഐറ്റംസ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഐറ്റംസ്, അതായത് ഫിനാൻഷ്യൽ എക്സ്പെൻസസോ അല്ലെങ്കിൽ ഫിക്ടീഷ്യസ് അസറ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റ് അപ്രോപ്രിയേഷനോ
അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻകംസോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് അതിനകത്ത് കാണുകയാണെങ്കിൽ ആ ഐറ്റം ക്വസ്റ്റ്യനകത്ത് കാണുമ്പോൾ നമുക്ക് തോന്നും തന്നിട്ടുള്ള ഐറ്റംസ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് എഴുതണമല്ലോ എന്ന് തോന്നിയിട്ട് കൊണ്ടുപോയി എഴുതാൻ നിൽക്കരുത്. ആവശ്യമില്ലാത്ത ഐറ്റംസ് എടുക്കേണ്ട. ഓക്കെ, നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു കുഴപ്പമാണ് എന്ത്, ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എല്ലാ ഐറ്റത്തിനും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ട് എഴുതിയിട്ടില്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം കിട്ടില്ല. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം ഐറ്റംസ് കൃത്യമായിട്ടും ഏതൊക്കെയാണ്, ഏത് കാറ്റഗറി ഐറ്റംസ് ആണ് മനസ്സിലാക്കുക, അതിനെ ഒഴിവാക്കുക. ക്ലിയർ? ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് വരാൻ സാധ്യതയുള്ള ഒരു ഡീറ്റെയിൽഡ് ഫോർമാറ്റ് ആണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഈ ഫാക്ടറി ഓവർഹെഡുകൾ ഏതൊക്കെയാണ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡുകൾ ഏതൊക്കെയാണ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഫുൾ ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാനില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാനൊന്നും പറ്റില്ല. കാരണം എന്താണ്, ഓരോരോ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോരോ സ്ഥാപനത്തിനനുസരിച്ചാണ് അവിടുത്തെ ഫാക്ടറി ഓവർഹെഡുകൾ വരിക. ഫാക്ടറിയുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ ആ സ്ഥാപനത്തിനനുസരിച്ചാണ് അല്ലേ. ആ സ്ഥാപനത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ ഓരോ സ്ഥാപനത്തിനും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരിക എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. നമുക്ക് ജസ്റ്റ് വായിച്ചത് നമുക്ക് മനസ്സിലാവും, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഏത് ഹെഡിനകത്താണ് വരിക എന്നുള്ളത്. ഓക്കെ, എന്നാലും നമുക്ക് നോക്കാം ഒരു കോസ്റ്റ് ഫോർമാറ്റ്. നോക്കി, അപ്പൊ ഇങ്ങനെയാണ് കോസ്റ്റ് ഫോർമാറ്റ് വരിക. നോക്കൂ, പർട്ടിക്കുലർ കോളം, ഒരു എമൗണ്ട് കോളം, ചിലപ്പോൾ മാക്സിമം 2 എമൗണ്ട് കോളം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നോക്കി എങ്ങനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഏറ്റവും ആദ്യം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന സിമ്പിൾ ഫോർമാറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചില പ്രോബ്ലത്തിനകത്ത് നമുക്ക് എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ നേരിട്ട് തരാതെ എന്താണ് റോ മെറ്റീരിയലിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും അതുപോലെ എന്താണ് പർച്ചേസ് അങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒക്കെ തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, പ്രോബ്ലം തരും. അങ്ങനെ തരുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഏത് മെറ്റീരിയൽ എടുക്കേണ്ടത് നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് മെറ്റീരിയൽ മാത്രം തരികയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നമില്ല കേട്ടോ. നമുക്ക് ചില പ്രോബ്ലങ്ങളിൽ നമുക്ക് തരുന്നത് ഇങ്ങനെയാണ് എങ്കിൽ, അത് ഓപ്പണിംഗ് സ്റ്റോക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്, റോ മെറ്റീരിയൽ പർച്ചേസ് എത്രയാണ്, അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസിനെ കുറിച്ച്, ക്ലോസിംഗ് സ്റ്റോക്കിനെ കുറിച്ച് അങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ആ ക്വസ്റ്റ്യനകത്ത് അവൈലബിൾ ആണ് എങ്കിൽ നമ്മൾ അത് അതിൽ നിന്നും എന്താണ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് അതാണ് കണ്ടുപിടിക്കുന്നത്. കോസ്റ്റ് ഓഫ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഇവിടെ നിങ്ങൾ കാണാം. ഈ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എമൗണ്ട് നമ്മൾ അവിടെ കണ്ടുപിടിക്കണം. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, അതിനോടുകൂടി പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, പിന്നെ പർച്ചേസുമായി ബന്ധപ്പെട്ട ആ പർച്ചേസുമായി റോ മെറ്റീരിയൽ പർച്ചേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് എന്ത്, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഇതുണ്ടല്ലോ, ഇത് ഇത്രയും നമ്മൾ കാണിക്കേണ്ടത് എവിടെയാണ്, അത്രയും ഐറ്റംസ് നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ ഇന്നർ കോളത്തിൽ കാണിക്കുക. എന്നിട്ട് കിട്ടുന്ന ഫൈനൽ ആൻസർ നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതിയാൽ മതി. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആഡ് എക്സ്പെൻസ് ഓൺ പർച്ചേസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ഇത് നമ്മൾ ഇന്നർ കോളത്തിൽ ഇവിടെ കാണിക്കുക. ഇവിടെ കാണിച്ചതിന് ശേഷം കിട്ടുന്ന ഫൈനൽ ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഔട്ടർ കോളത്തിൽ കൊണ്ടുപോയിട്ട് എന്താണ് ഇതിന് നേരെ നമ്മുടെ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കൺസ്യൂമഡ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിന് നേരെ നമ്മൾ ഫൈനൽ എമൗണ്ട് കോളത്തിൽ എഴുതുക. മറ്റേത് ഇന്നർ കോളത്തിൽ എഴുതിയാൽ മതി. പിന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള അടുത്ത എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്റ്റ് വേജ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐറ്റംസ്, ലേബർ കോസ്റ്റ് എന്ന് പറയും, അത് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് എടുക്കുക. ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് വരാൻ സാധ്യതയുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്, ഈ റോയൽറ്റി, പിന്നെ എന്താ ചാർജബിൾ എക്സ്പെൻസസ് എന്ന് പറഞ്ഞ ഐറ്റംസ് ഒക്കെ കാണാം. ചാർജബിൾ എക്സ്പെൻസ്, കാരേജ് ഇൻവേർഡ്, അങ്ങനെയൊക്കെ കാണുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടാവും. കാരേജ് ഇൻവേർഡ്, പിന്നെ ചാർജബിൾ കാരേജ് ഇൻവേർഡ് ശരിക്കും ഇതുമായി ബന്ധപ്പെട്ടാണ്, നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ, എന്താ പറയാ, ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ അകത്തെ ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഈ ഇതിനകത്ത് ഈ ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, പിന്നെ വരുന്ന ഐറ്റംസ് ആണ് എന്ത്, അടുത്ത ഐറ്റംസ് ആണ് നമ്മൾ പ്രൈം കോസ്റ്റ് കിട്ടി ഈ 3 എണ്ണം. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് അങ്ങനെയുള്ള എല്ലാം ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിന് വിളിക്കുന്നവര് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂമഡ്, പിന്നെ ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഈ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. ആ പ്രൈം കോസ്റ്റിനോട് എന്ത് ചെയ്യണം, ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ ഫാക്ടറി ഓവർഹെഡിനകത്ത് വരാവുന്ന കുറച്ച് ഐറ്റംസ് ആണ് എന്ത്, ഇൻഡയറക്റ്റ് വേജ്, ഫാക്ടറി റെന്റ്, പിന്നെ എന്താണ് ഫ്യൂവല്, ഫാക്ടറിയിൽ അല്ലേ ഫ്യൂവൽ ചാർജ് ഒക്കെ ഉണ്ടാവുക, അത് അങ്ങനെയുള്ള ഐറ്റംസ് വരാം. ഡിപ്രീഷിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി വരാം. കുറച്ച് മാത്രം എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുള്ളൂ, കംപ്ലീറ്റ് അല്ല.
പിന്നെ ചിലപ്പോൾ വാട്ടർ ചാർജ് ഫോർ ഫാക്ടറിയിൽ എന്തെങ്കിലും വാട്ടറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് വരാം. ഓക്കെ, പിന്നെ ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ്, ഗോഡൌണുമായി ബന്ധപ്പെട്ട ഗോഡൌൺ റെന്റ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എവിടെ വരും? ഈ ഫാക്ടറി ഓവർഹെഡ് എന്നുള്ള ഭാഗത്ത് വരും. ഫാക്ടറി ഓവർഹെഡ്. ഓക്കെ, പിന്നെ അടുത്ത ആ ഫാക്ടറി ഓവർഹെഡിന്റെ ഭാഗത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ത്? വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ ആഡ് വർക്ക് ഇൻ പ്രോഗ്രസ്, അത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, ലെസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പൊ ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും നിങ്ങൾ വരച്ചു വെക്കുന്നത് നല്ലത് നോട്ടിൽ കേട്ടോ. ആഡ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ, അതായത് നമ്മുടെ പ്രൈം കോസ്റ്റിനോട് കൂടി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രൈം കോസ്റ്റിനോട് കൂടി ഇത്രയും ഐറ്റംസ്, ഫാക്ടറി ഓവർഹെഡും, ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുമ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. ഇൻഡയറക്റ്റ് വേജ്, ഫാക്ടറി റെന്റ്, പിന്നെ ഫാക്ടറി സ്റ്റേഷനറീസ്, ഫാക്ടറി ക്ലീനിങ്, എന്താണ് വാട്ടർ ചാർജ് ഫോർ ഫാക്ടറി, അങ്ങനെ പല ESI എന്ന് പറഞ്ഞത്, അങ്ങനെ പല പേരിലുണ്ടാവാം. ഓക്കെ, ഇത്തരം ഐറ്റംസ് എല്ലാം ആഡ് ചെയ്തതിനു ശേഷം പിന്നെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടെങ്കിൽ, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ആ ടേം അറിയാമല്ലോ എന്താണ്? നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് തീരാത്ത ഐറ്റത്തിനെയാണ് വിളിക്കുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, ക്ലോസിംഗ് ലെസ് ചെയ്യുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അതിനുശേഷം ഫാക്ടറി കോസ്റ്റ് കിട്ടിയതിനു ശേഷം നമ്മൾ നേരത്തെ സിമ്പിൾ ഫോർമാറ്റിൽ പറഞ്ഞിരുന്നു. അതായത് അതിനുശേഷം എന്ത് ചെയ്യണം? ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് എന്ന് വിളിക്കും. അതിനുശേഷം ആ വർക്ക് കോസ്റ്റിനോട് കൂടി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്യണം. അപ്പോൾ അതായത് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ്? ഓഫീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഐറ്റംസ് ആയിരിക്കും അതിനകത്ത് എടുക്കുക. അപ്പോൾ ഓഫീസുമായി ബന്ധപ്പെട്ട ചെലവുകൾ എന്തായിരിക്കും? ഓഫീസിന്റെ റെന്റിൽ ഓഫീസ് റെന്റ് ഉണ്ടാവും അല്ലെ, സൺഡേ എക്സ്പെൻസസ് ഉണ്ടാവും, അങ്ങനെ ആ പേരിൽ അങ്ങനെ ഉണ്ടാവും. ഓഡിറ്റ് ഫീസ് അല്ലെ, ബാങ്കുമായി ബന്ധപ്പെട്ട ബാങ്ക് ചാർജസ് അല്ലെ, ലീഗൽ ചാർജസ്, ഇതൊക്കെ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളാണ്. അത്ര ഐറ്റംസിനാണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറഞ്ഞ ഹെഡിനകത്ത് എഴുതേണ്ടത്. ഓക്കെ, അത്ര ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? അതിനകത്ത് എഴുതുന്നു. അതിനുശേഷം അവിടെ നമ്മൾ ഫാക്ടറി ഓവർഹെഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്തതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ്, ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ നമുക്ക് ഇത്രയും ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഓക്കെ, ഇത് മൂന്നാമത്തെ സ്റ്റേജ് ആണിത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ സ്റ്റേജിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് നാലാമത്തെ സ്റ്റേജ്, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയും. ക്ലിയർ? ഇനി ഏറ്റവും ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുകയാണ്. എന്താണ് ഫൈനൽ സ്റ്റേജ്? ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിനകത്ത് എന്താ വരിക? അത് കാരേജ് ഇൻവേർഡ്, ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞ പോലെ തന്നെ കാരേജ് ഔട്ട്വേർഡ്, പിന്നെന്താണ് കമ്മീഷൻ ഓൺ സെയില്, സെയിൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ, ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളാണ് അതിനകത്ത് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഫാക്ടറിയിൽ നിന്ന് സാധനം പുറത്തേക്ക് കൊണ്ടുപോകണം, അതാണ് കാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. പിന്നെ സെയിലുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കമ്മീഷൻ ഓൺ സെയിൽ അല്ലെ, പിന്നെന്താണ് ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അത്, അഡ്വർടൈസ്മെന്റുമായി ബന്ധപ്പെട്ട ചെലവുകൾ അല്ലെ, ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ചെലവുകൾ, പിന്നെ വെയർ ഹൗസിന്റെ റെന്റ്, സെയിൽസ് ടാക്സ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് ഈ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്നുള്ള കാറ്റഗറിയിൽ വരിക. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനോട് കൂടി ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. ക്ലിയർ? ആ ടോട്ടൽ കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോസ്റ്റ് ഓഫ് സെയിൽ. അതായത് സെയിൽ ചെയ്യാൻ നേരത്ത് നമ്മുടെ പ്രൊഡക്റ്റിന് എത്തിയിട്ടുള്ള കോസ്റ്റിനെ വിളിക്കുന്ന പേര് കോസ്റ്റ് ഓഫ് സെയിൽ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇതാണ് അഞ്ചാമത്തെ സ്റ്റേജ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റിൽ 3 എലമെന്റ് ഓഫ് കോസ്റ്റ്. രണ്ടാമത്തെ സ്റ്റേജ് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ്. മൂന്നാമത്തെ സ്റ്റേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നാലാമത്തെ സ്റ്റേജ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അഞ്ചാമത്തെ സ്റ്റേജ് കോസ്റ്റ് ഓഫ് സെയിൽ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയും. ഓക്കെ, ആ കിട്ടിയിട്ടുള്ള ആൻസറിനോട് കൂടി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ അഡ്വാൻറ്റേജ് പർപ്പസ് പറഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റും സെയിൽസും നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടിയ ടോട്ടൽ കോസ്റ്റിനോട് കൂടി പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെയിൽ കിട്ടും. ഇനി പ്രോഫിറ്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കാം, നമുക്ക് സെയിൽസ് കിട്ടി. സെയിൽസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൽ നിന്ന് എന്ത് ചെയ്യുക? ടോട്ടൽ കോസ്റ്റ് സെയിൽസും നമുക്ക് ലഭ്യമാണെങ്കിൽ സെയിൽസിൽ നിന്നും മൈനസ് ചെയ്യുക ടോട്ടൽ കോസ്റ്റ്, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അത് ബാലൻസിങ്, പൊതുവെ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിൽ ബാലൻസിങ് ഫിഗർ ആയിട്ടായിരിക്കും എന്ത് വരിക? പ്രോഫിറ്റ് വരിക. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ചെറിയ ക്ലാസ്സുകൾ, നിങ്ങൾ ഡിഗ്രി ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഒന്നും കൂടി ഒന്ന് റിവൈൻ ചെയ്തെടുത്തു. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഈ കോസ്റ്റ് ഷീറ്റുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കുക. നമുക്ക് നോക്കാം, ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ഇതൊന്ന് നോക്കിയിട്ട് പറയൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് പറയും.